ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ നന്ദിനി ചോദ്യം ചെയ്യാൻ കേട്ടോ. ഇതിനെല്ലാം കാരണം നന്ദിനിയുടെ ചാണച്ച. ഇന്നലെ വിശേട്ടന് ജോലിക്ക് പോവാതെ വെറുതെ ഇരുന്ന് തിന്നുന്നു എന്ന് പറഞ്ഞത് നന്ദിനിയുടെ അടുത്തല്ലേ. അതുകൊണ്ടല്ലേ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടായത്. മാത്രമല്ല, ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിനയേട്ടൻ ഒരാഴ്ചയിൽ 1000 രൂപ കൊണ്ടുതരുന്നത് കൊണ്ടാണോ ഈ കുടുംബം പുലർന്നു പോകുന്നതെന്നാണോ പറയുന്നത്? മാത്രമല്ല, നമ്മളെ ശ്രീജയടുത്തിയാണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിലെല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മ അടക്കം ആരെങ്കിലും ചെന്നിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചിരിയോടെ ശ്രീജയടുത്തി അത് വേണ്ടാന്ന് പറയുന്നത്. അങ്ങനെ ജോലി ചെയ്തു ഉന്മാദം കണ്ടെത്തുന്ന ഉള്ളതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഈ വീട്ടിൽ എല്ലാ പണികളും എടുക്കുന്നത് വിശേട്ടൻ പണിക്ക് പോകാതിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനൊരു മനസ്സിൽ ഒരു തീരുമാനം എടുത്തിട്ടാണ് ശ്രീജയടുത്തി ഈ വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാതെ വേദ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ദേഷ്യത്തോട് കൂടിയിട്ട്. എന്നിട്ട് പറഞ്ഞിട്ട് നന്ദിനിയെടുത്തി അല്ലല്ലോ ഈ വീട്ടിലെ പണികൾ മുഴുവൻ എടുക്കുന്നത്, ശ്രീജയടുത്തിയല്ലേ. എന്നിട്ട് ശ്രീജയടുത്തി നന്ദിനിയെടുത്തിയോട് അത് കണക്ക് പറഞ്ഞിട്ടുണ്ടോ? അതേ നോക്കിയമ്മേ, ഇവളൊക്കെ ഇപ്പം കണക്ക് പറയാൻ തുടങ്ങിയെന്ന് പറയും കേട്ടോ നന്ദിനി. അപ്പം മാഷ് പറയും, നന്ദിനി കണക്ക് പറയാൻ തുടങ്ങിയ എല്ലാവർക്കും ഉണ്ട് കണക്ക് പറയാനായിട്ട്. അപ്പോൾ നീ അതിനെക്കുറിച്ച് പറയണ്ട. നിൻ്റെ മനസ്സിലെന്താണെന്നും നിൻ്റെ ചിന്തകൾ എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ എൻ്റെ മകൻ 3 മക്കളിൽ ഉള്ള വിനായകൻ 1000 രൂപ വെച്ചിട്ട് ആഴ്ചയിൽ തരുന്നുണ്ട്. പക്ഷേ എന്നാലും അവൻ ലക്ഷം കണക്കിന് രൂപകൾ ബാങ്കിൽ സമ്പാദിക്കുന്നതും അതുപോലെ മറ്റുള്ള കാര്യങ്ങളിൽ സമ്പാദിക്കുന്നതൊക്കെ എനിക്കറിയാം. അതിന് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലക്ഷ്യമുണ്ടെന്ന് അതും എനിക്കറിയാം. അതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഞാനതൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? പക്ഷേ അതിൽ നിന്നൊരു ചില്ലിക്കാശ് പോലും ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഇനി ഈ വീട്ടിലുള്ള പണികളൊക്കെ എല്ലാവരും തുല്യമായിട്ട് എടുത്താൽ മതി. അങ്ങനെ പണിക്ക് പോകാത്ത ഒരാളുടെ ഭാര്യ എന്നുള്ള നിലയിൽ ശ്രീജിക്ക് അങ്ങനെ ജോലി അധികം കൊടുക്കണ്ടെന്ന് പറയുമ്പോൾ നന്ദിനി ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം മാഷ് വിശേൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ ജോലിക്ക് പോകാതിരിക്കുന്നതൊക്കെ നിൻ്റെ ഇഷ്ടം, പക്ഷേ ശ്രീജന മേലിന് കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ മുഖം ഞാൻ അടിച്ച് പൊളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീജനോട് മാപ്പ് പറഞ്ഞിട്ട്, ശ്രീജയെ പറ്റിപ്പോയി, ശ്രീജയെ എന്നോട് ക്ഷമിക്കും ശ്രീജയ എന്ന് വിഷയം പറയുന്നതോട് കൂടിയിട്ട് അവർ തമ്മിലുള്ള ഒരു പിണക്കൊക്കെ മാറാണ്. നന്ദിനിയാണെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് റൂമിൽ ചെല്ലാണ് കേട്ടോ. അപ്പോൾ വിനായകൻ പിന്നെയും കൂടെ ഉണ്ട് കേട്ടോ. നന്ദിനി എന്ന് വിളിക്കുമ്പോൾ, ദേ മനുഷ്യ, നിങ്ങൾ പറഞ്ഞില്ലേ അവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കേട്ടു. അപ്പോൾ എന്നിട്ട് നിങ്ങൾ കാരണമല്ല ഇതൊക്കെ ഉണ്ടായത്? ഞാൻ കാരണോ? നീ കാരണമല്ല ഇതൊക്കെ ഉണ്ടായത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ കാരണം? എന്ത് കാരണം? നീ ഇന്നലെ വിശേട്ടൻ ജോലിക്ക് പോകാതിരുന്ന് തിന്നുന്നു എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? അത് ഞാൻ വിശേട്ടനോട് ദേഷ്യം കൊണ്ടാണ് പറഞ്ഞത്, സ്നേഹം കൊണ്ടാണ്. ആണോ എന്ന് ചോദിക്കാൻ കേട്ടോ വിനായകൻ. സ്നേഹം കൊണ്ട് വിശേട്ടൻ ഞാൻ പറയുന്ന കാര്യങ്ങളിട്ട് എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ ശ്രീജേടത്തിക്ക് എന്തെങ്കിലും മേൽഗതി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അയ്യടാ, നല്ല വിചാരമായി പോയി. നീയല്ല എന്നോട് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇത് പറയുന്നതെന്ന്. അത് നമുക്ക് പേർക്കും അല്ലേ അറിയുള്ളൂ. അപ്പോൾ അത് നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി. എന്നിട്ട് നീ ഇപ്പോൾ പോയി ചോദിക്കാൻ പോകണം. അതെ, ഞാൻ ചോദിക്കാൻ പോകണം. അച്ഛനെ ഉള്ള കാര്യം എനിക്കൊന്നും ചോദിക്കാൻ പറ്റില്ല, പക്ഷെ ഇപ്പോൾ ചോദിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോകാണേ. അതിനുശേഷം വേദ വന്നിട്ട് ശ്രീജനെ ആശ്വസിപ്പിക്കുന്നുണ്ട്, പോട്ടെ ശ്രീജടത്തി, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട്, നന്ദിനിയുടെ നാവ് നിനക്ക് അറിഞ്ഞൂടെ, ഇരുതല മൂർച്ചയുള്ള നാവാണെന്ന് പറയട്ടോ. അത് കേട്ടുകൊണ്ട് നന്ദിനി വരികയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി നന്നായി അമ്മേ, നന്നായി. 3 മരുമക്കളോ ഉള്ളതിൽ എന്നെയാണിപ്പോൾ അമ്മയ്ക്ക് പിടിക്കാത്തതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അതുകൊണ്ടാണോ എൻ്റെ നാക്കിന് ഇരുതല മൂർച്ച എന്ന് പറഞ്ഞത് എന്ന് പറയട്ടോ. അതല്ല നന്ദിനി, അങ്ങനെയൊന്നും നീ വേറൊരർത്ഥം എടുക്കണ്ട. പിന്നെ നീ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എത്ര പറഞ്ഞാലും നീ ഇങ്ങനെ വായിട്ടടിച്ചുകൊണ്ടേയിരിക്കും, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറയട്ടോ. അപ്പോൾ ഇവള് വന്ന് കയറിയതിന് ശേഷമാണ് ഈ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ മുഴുവനും. അതമ്മ ആലോചിക്കുന്നുണ്ടോ? വേദേ, നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്കിക്കോ ഇവരോട്. നീ വന്നതിന് ശേഷമല്ലേ ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതെന്ന്. അപ്പോൾ ആരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇതേ കണ്ട, ആരൊന്നും മിണ്ടുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ കമലാമ്മ പറയും, ആരൊന്നും മിണ്ടാത്തതേ അത് നീ പറഞ്ഞത് സത്യമായതുകൊണ്ടൊന്നുമല്ല, നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണെന്ന് പറയും കേട്ടോ. അപ്പോൾ പറയും, ഞാൻ കാരണമാണ് ഇവിടെ പ്രശ്നങ്ങളുണ്ടായത്, ഇവള് കാരണമല്ലേ വിക്രം 4 തവണ ജയിലിൽ പോയത്. ഇനി തൂക്കുകയറും കൂടെ വിക്രത്തിന് കിട്ടാതിരിക്കാനായിട്ട് നോക്കിക്കോ എന്ന് പറയും കേട്ടോ. കമലാമ്മ അപ്പം നന്ദിനി എന്ന് പറയും കേട്ടോ, ഞാൻ പറഞ്ഞത് സത്യമാണ്, കേൾക്കുമ്പോൾ വിഷമമുണ്ടാവും, പക്ഷേ അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറയും കേട്ടോ. ഇപ്പം തന്നെ നോക്കിയേ, വിശേട്ടൻ ജയിലിൽ പോയത് ഇവള് കാരണല്ലേ. അപ്പോൾ ശ്രീജ പറയും, വിശേട്ടനെ പുറത്തിറക്കിയതും ഇവള് തന്നെയല്ലേ എന്ന് പറയാൻ കേട്ടോ. അതിന് ശേഷം കമലാമ്മ പറയാൻ കേട്ടോ, മോളെ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ ഇപ്പോൾ ഈ വിശേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, വിശ്വൻ ജയിലിൽ പോകാൻ കാരണം വേദയാണെന്ന്. ശരി, അതവിടെ നിൽക്കട്ടെ. പിന്നെ
വിശ്വനെ ഈ ജോലിക്ക് പറഞ്ഞയച്ചത് വിനായകനല്ലേ? അത് മനഃപൂർവ്വമാണോ അല്ലയോ എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ. തെളിഞ്ഞോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദിനി ആകെ ഒന്ന് നാണം കെട്ട് പോകാൻ കേട്ടോ. എന്നിട്ട് പറയും, അത് തെളിയിക്കാത്തിടത്തോളം കാര്യം അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ ഈ വീട്ടിലെ കാര്യങ്ങൾ ഇത്രയും വഷളാക്കുന്നത് ഇപ്പം നീ തന്നെയാണ്. അതെ, നീ മനസ്സിൽ വെച്ചാൽ മതി. എന്തായാലും ഈ വീട്ടിലുള്ള എല്ലാ മരുമക്കളും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നിൻ്റെ നാവിനിത്തിരി നീളം കൂടുതലാണ്. അത് എന്തായാലും കുറയ്ക്കാൻ നോക്കില്ല. ശ്രീജ ഒരു കാര്യം ചെയ്യും, നമുക്ക് കുറച്ച് പണിയുണ്ട് പറമ്പിൽ, വാ എൻ്റെ കൂടെ വായു. ഇവിടെ നിന്ന് ഇവിടെ വർത്താനം കേട്ടുകൊണ്ട് കണ്ടാന്ന് പറഞ്ഞിട്ട് ശ്രീജനെ വിളിച്ചിട്ട് കമലാമ്മ പോകും. അപ്പോൾ നമ്മളെ വേദയുടെ അടുത്തേക്ക് വീണ്ടും നന്ദിനി വഴക്കിടാൻ ചെല്ലുന്നുണ്ട്. നീ എന്തിനാണ് ചിരിക്കുന്നത് എന്ന് പറയും കേട്ടോ. നന്ദിനി ചിരിച്ചപ്പോൾ, അതല്ല ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾ ചത്താലേ എന്ത് നിങ്ങൾ ചത്താലേ നിങ്ങളുടെ ഈ ശരീരേ വല്ല പിരമിഡ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. ആൾക്കാർക്ക് കണ്ടു പഠിക്കാമല്ലോ. ഇതുപോലൊരു ജന്മം വേറെ ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. അതിനുശേഷം പിന്നീട് രാത്രിയായപ്പോൾ വേദ ഇങ്ങനെ വിക്രമിൻ്റെ റൂമിൽ കട്ടിലിരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിക്രം വന്നിട്ട്, വേതാളം എന്തായിരുന്നു ആലോചിക്കുന്നത് വേതാളം എനിക്കുണ്ട്. അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് വേദ ഇങ്ങനെ നോക്കുകയാണ്. വേതാളം ഇപ്പോൾ സാമ്യമായിട്ട് വിളിച്ചാലും ഒരു വലിയ കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. വേതാളത്തിന് പിന്നെ വേതാളം തന്നെ വിളിക്കുക എന്ന് പറയട്ടോ. പിന്നെ മലയ്ക്ക് പോകാൻ മാല ഇട്ടത് കൊണ്ടാണ് നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയുകയാണേ. അപ്പോൾ വേദ പറയുകയാണേ, അത് ശരിയാണ്, മാലയിട്ട ആൾക്കാരൊന്നും പറയാൻ പറ്റില്ലല്ലോ, നീ പറയാനുള്ളത് പറഞ്ഞോ. അപ്പോൾ ഞാനേ എന്നിട്ട് 2 ശരണം വിളിച്ചതിന് ശേഷം ഒന്നും കൂടെ മാലയിട്ടോളാം എന്ന് പറയാം കേട്ടോ. വേണ്ട ഞാനത് പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ 2 പേരും കൂടെ കുറച്ച് നല്ല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണേ, അതെ ഈ വീട്ടിലെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് അഴിച്ചു പണിതാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. എന്ത് ചുറ്റുപാടുകൾ എന്ന് പറയും കേട്ടോ. അല്ല, ശ്രീജേടത്തിരെ ഈ ഒരു ഇതുണ്ടല്ലോ, വേലക്കാരിയായിട്ടുള്ളൊരു നിലനിൽപ്പ് ഇവിടുത്തെ, അത് ശ്രീജേടത്തി തന്നെ വിചാരിച്ചിരിക്കുകയാണ് ഞാനിവിടുത്തെ വേലക്കാരിയാണ്, അതൊന്ന് മാറ്റി പിടിക്കണം. നീയെല്ലാം എന്തൊക്കെയോ ഉണ്ടാക്കാൻ പോണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞത് എന്തൊക്കെയോ പൊടികളൊക്കെ ഉണ്ടാക്കി വെക്കാൻ പോകുന്നു. അതെന്താ മാറ്റിയോ? അതോ എന്നെക്കൊണ്ട് എന്നാ പായസം കുടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതാണ്? അല്ല, ഞാൻ എന്തായാലും അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്, ഞാൻ അതിനെ ഇറങ്ങിത്തിരിക്കാൻ പോകുകയാണെന്ന് പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെ ശ്രീജേടത്തിക്ക് അല്ലാതെ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനെ ഇനി വേറൊരു വർഷത്തിൽ കൂടെ കൊണ്ട് പെടുത്തരുതേ എന്ന് പറയും കേട്ടോ. പിന്നെ എന്ന് പറയും കേട്ടോ. അതെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോണ്. അപ്പോൾ വിക്രസ്വാമി എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളാം കേട്ടോ എന്ന് പറയും കേട്ടോ. അന്നേരം വിക്രം വീണ്ടും പറയുന്നുണ്ട്, അതെ ആ ശ്രീജേടത്തിനെ ഒന്നിലും കൊണ്ട് ചാടിക്കല്ലേ കേട്ടാന്ന് പറയും. അതൊക്കെ നിങ്ങളോട് വന്ന് പറയാൻ വന്ന എന്നെ വേണം തല്ലാനായിട്ട് എന്ന് പറയും. എന്നിട്ട് വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. സ്വാമി ആയാലൊന്നും പറയാനും പറ്റൂല എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് പിണങ്ങി എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. വിക്രം എന്തായാലും വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുക തന്നെ ചെയ്യാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീജ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദിനി വന്നിട്ട്, ശ്രീജേടത്തി ഞാൻ എന്നോട് ദേഷ്യത്തിലാണോ? എനിക്ക് ശ്രീജേടത്തിയോട് പിണക്കവും ദേഷ്യമൊന്നും ഇല്ല കേട്ടോ. ഞാനിന്നലെ അങ്ങനെ ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. വേദനയോട് എനിക്ക് ദേഷ്യമുണ്ട്, പക്ഷെ ശ്രീജേടത്തിനോടൊന്നും ഇല്ല കേട്ടാന്ന് പറയും കേട്ടോ. അപ്പോൾ ശ്രീജ പറയും, ഇതെൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, അതുമായി ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ശ്രീജ മിണ്ടാതെ നിൽക്കുകയാണേ. അപ്പോഴേക്കും വേദ വന്നിട്ട് പറയും, ശ്രീജേടത്തി വേഗം തന്നെ ചെന്നിട്ടൊന്ന് ഒരുങ്ങി വന്നേ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്കാ? അതൊക്കെ പിന്നെ പറയാം. ശ്രീജേടത്തി ഒരു പാവാണെന്നും ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നൊക്കെ ഇവിടെ ചില ആൾക്കാർക്ക് വിചാരമുണ്ട്. ആ വിചാരം നമുക്കൊന്ന് മാറ്റിയെടുക്കണം. 10 മിനിറ്റിനുള്ളിൽ ഞാൻ റെഡിയാവും. അപ്പോഴേക്കും ശ്രീജേടത്തി റെഡിയാണ്. അല്ല വേദ എവിടേക്കാ? അതൊക്കെ പിന്നെ പറയാം. ശ്രീജേടത്തി എന്ന് റെഡിയാവാൻ പറഞ്ഞിട്ട് ശ്രീജനെ പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ നന്ദിനിക്ക് ആകെ ആകാംക്ഷ, എന്നാലും ഒരു എവിടേക്കാ ശ്രീജേടത്തി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് നന്ദിനി. പക്ഷേ ശ്രീജ മിണ്ടാതെ പോവുകയാണ്. അതിനുശേഷം നമ്മൾ നന്ദിനിയല്ല വേദ പുറത്തേക്ക് വരുമ്പോൾ വിനായകനെ ഇരിക്കുകയാണ് കേട്ടോ. വിനായകേട്ടാ ഇന്ന് വല്ല പരിപാടി ഉണ്ടോ? വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം അറിയോ? അത് ചക്രപാണി അങ്കിളുടെ ഓഫീസല്ലേ? എന്നാൽ വൈകിട്ട് അവിടേക്ക് വരണം കേട്ടോ എന്ന് പറയും. എന്താ കാര്യമൊക്കെ അവിടെ വന്നിട്ട് പറയാം. ചെയ്തു കൂട്ടിയത് ഒരുപാടുണ്ടല്ലോ എന്ന് പറയാൻ കേട്ടോ. കേൾക്കുമ്പോൾ വിനായകൻ എന്തോ ഒരു ഡൗട്ട് തോന്നാണ് കേട്ടോ. എന്തായാലും വിനായകൻ ഇട്ടൊരു പണി കൊടുക്കാൻ വേറെ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീനിസാറിന് വക്കീൽ നോട്ടീസ് വരികയാണ് കേട്ടോ. അപ്പോൾ നോർമലി അയാൾ വിചാരിക്കുന്നത് സാധാരണ ഒരു വക്കീൽ നോട്ടീസ് ആണെന്നാൽ അത് തുറക്കുന്നൊന്നുമില്ല. അപ്പോൾ ചക്രപാണി അസോസിയേറ്റ്സിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുളിക്കും പറയുന്നതാണ്, അവിടെയല്ലേ വേദ ജോലി ചെയ്യുന്നത്, പൊട്ടിച്ച് നോക്കാൻ പറയട്ടെ. അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ 2022 ഒരു സമരത്തിൻ്റെ ഉള്ളിലേക്ക് മനഃപൂർവ്വമായിട്ട് കുറച്ച് ആൾക്കാരെ കടത്തിവിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി അതിൽ കുറേ ആൾക്കാരുടെ സ്വത്തും അങ്ങനെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി 5 ആൾക്കാരെ
മരണപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കേസാണ്. തേറാട്ട് ശ്രീധരൻ എന്നുള്ള എൻ്റെ കക്ഷിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നതെന്നൊക്കെ വേദ അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വക്കീൽ നോട്ടീസാണ് അയച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ശ്രീനിവാസൻ ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പുളിക്കാൻ പറയുന്നുണ്ട്, ഇതിപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലോ വേദ എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.